നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് CISF ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഐവിൻ 5 കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. ഇതിന്റെ ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ രാത്രിയുടെ മറപറ്റി 25 വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ഐവിൻ ജിജോ എന്ന യുവാവിനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CISF പ്രതികളായ സഹപ്രവർത്തകരെ ന്യായീകരിക്കാൻ കേരളത്തിലെ വിവിധങ്ങളായ CISF ഗ്രൂപ്പുകളിൽ ആളുകൾ എത്തുന്നുണ്ട് വ്യാജ പ്രചരണവുമായി. എന്താണ് അവിടെ സംഭവിച്ചത്, ഇവരാരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചെറുതായിട്ടുള്ള തർക്കങ്ങൾ നടന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് ചെയ്തു. പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു. 4-5 പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു. 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. വാഹനങ്ങൾ തമ്മിൽ ഉരസിയതിനെ ചൊല്ലിയുള്ള ഒരു നിസാര തർക്കത്തിന്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയെന്നും ക്രിമിനലെന്നും വിളിക്കാൻ ഒരു മനസാക്ഷിക്കുത്തും കാണിക്കാത്ത ഈ നിയമപാലകർക്കെതിരെ തക്കതായ നടപടി വേണമെന്നാണ് കേരള മനസാക്ഷി ഒന്നാകെ പറയുന്നത്. മുൻ CISF ഉദ്യോഗസ്ഥരും നിലവിൽ ജോലി ചെയ്യുന്നവരും അടങ്ങിയ സംസ്ഥാനത്തെ വിവിധ ഗ്രൂപ്പുകളിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരേ സന്ദേശം തന്നെ പലയാവർത്തി പോസ്റ്റ് ചെയ്തതിൽ ഗൂഢാലോചനയുണ്ട് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കുറ്റകൃത്യം നടന്ന പിറ്റേ ദിനം ജോലിയിൽ യാതൊരു കൂസലും കൂടാതെ പ്രവേശിക്കുവാൻ പ്രതികളിൽ ഒരാളെ അനുവദിച്ചു CISF മേലധികാരി. കേസിൽ മൂന്നാമതൊരു പ്രതി കൂടിയുണ്ട് എന്ന സംശയം ബലപ്പെടുന്ന സാഹചര്യത്തിലാണ് ഐവിൻ ജിജോയ്ക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യാപരമായിട്ടുള്ള സന്ദേശങ്ങൾ പല കോണുകളിൽ നിന്ന് പ്രചരിക്കുന്നത്. പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ആവശ്യം ശക്തമാവുമ്പോഴാണ് ജനരോഷം വകവയ്ക്കാതെയുള്ള CISFന്റെ ഇത്തരം പ്രകോപനങ്ങൾ. ഇത് നിരാശാവഹമെന്ന് മാത്രമേ പറയാനുള്ളൂ. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി.